രാവിലെ എവിടുന്നാണ്? അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ഇനി ടൗണിൽ പോ. ടൗണിലാ അമ്മയെ കൂട്ടാണ്ടാ? അമ്മയ്ക്ക് പനിയാണ്ടി. അതാണ് ഇന്നലെ മുറ്റത്തൊന്നും കാണാതിരുന്നത് അല്ലേ? അതുകൊണ്ട് ടൗണിൽ പോയി ഭക്ഷണം കഴിക്കും. അല്ല, അപ്പൊ ഇന്നലെ സ്കൂൾ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ മാനേജ് ചെയ്തു? അത് ഞാൻ ഫുഡ് എങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒപ്പിച്ചു. ഞങ്ങളോട് പറയാറുന്നില്ലേ? ഓ, അതൊന്നും സാരമില്ല. വീട്ടിൽ പോയിട്ട് വണ്ടി എടുത്ത് പട്ടണത്തിൽ പോണം. കല്ലൂന് ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ടൗണിൽ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാന്ന് വെച്ചു. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ തരാലോ. വേണ്ട, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടണേ? ദൂരഭിമാനത്തിന്റെ ഒന്നും ആവശ്യമില്ല രഘുവേ. സാരില്ലേക്കാ, വല്ലപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഈ രഘു പറഞ്ഞാ കേക്കില്ല കേട്ടാ. അല്ല, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആരുടെ ചികിത്സയാണ്? അവള് 3-4 നേരം ചുക്കാപ്പി തന്നെയാ കുടിച്ചുകൊണ്ടിരിക്കണുണ്ട്. കുറവില്ലെങ്കിൽ എങ്ങടേക്കെങ്കിലും കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ഭാഗ്യത്തിന് കുറഞ്ഞു. ഇപ്പോഴത്തെ പനിയൊക്കെ സ്വയം ചികിത്സിക്കാണ്ടിരിക്കണതാണ് നല്ലത്. എന്നാലും ഫുഡിനായിട്ട് പട്ടണത്തിലൊക്കെ കൊണ്ടുപോണ്ടി വരുന്നത് എനിക്കൊരു വിഷമം പോലെ. മിണ്ടാണ്ടിരിക്കേ. സാരില്ല, ഞങ്ങള് ചെല്ലട്ടെ. കല്യാണി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പട്ടണത്തിൽ പോയിട്ട് വരാൻ നോക്കട്ടെ. ശരി എന്നാല്. പിന്നെ അങ്ങോട്ടൊരു കണ്ണ് വേണട്ടാ. അതെന്തായാലും ഉണ്ടാവും. നിങ്ങൾ തിരിച്ചു വരണവരെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അവര് പോയില്ലോ. ഞാനൊരു കാര്യം പറയട്ടെ ഐഷുമോളെ. അച്ഛൻ മോളോട് പറഞ്ഞല്ലേ കഴിവതും ആരും ശല്യം ചെയ്യരുതെന്ന്. എന്നിട്ട് എന്തുട്ടാ മോൾ ആന്റിയോട് ഭക്ഷണം നാളെ അവിടുന്ന് ആക്കാമെന്ന് പറഞ്ഞത്? സാരില്ല, ഇനി ഓർത്തോളണട്ടാ. പിന്നെ വേറൊരു കാര്യം, അവിടെ പോകുമ്പോ നിനക്ക് വേണ്ടത് മാത്രം ഓർഡർ ചെയ്താൽ മതിട്ടാ. വെറുതെ നീ വേണ്ടാത്തതൊക്കെ ഓർഡർ ചെയ്യും. ഉറപ്പാണല്ലോ? കഴിഞ്ഞ തവണത്തെ പോലെ ആവരുത്. പിന്നെ കൊണ്ടുവരുന്ന ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആക്കാണ്ട് കഴിക്കോ? എന്തുട്ട്? ഓക്കെ, അവിടെ ചെന്നാ അങ്ങനെ ആയാ മതിയായിരുന്നു. ഐഷുമോളെ, സ്നാക്സ് ഓർഡർ ചെയ്തിട്ട് എന്തേ തൊടാത്തെ? പിന്നെ ആർക്കാ? എന്തുട്ട്? മോളെ, എന്റെ ആവശ്യത്തിന് ഞാൻ പൂരി കഴിച്ചൂലോ. പിന്നെന്താണ്? ഐഷുദേ കളിക്കല്ലേട്ടാ. നീ ഓർഡർ ചെയ്ത സാധനല്ലേ, മുഴുവൻ കഴിക്കാൻ നോക്ക്. ഇനി അമ്മയ്ക്ക് വേണ്ടിയാന്ന് പറയാൻ നോക്കണു. കല്ലൂനി ഇപ്പൊ ഇതൊന്നും കഴിക്കാറായിട്ടില്ല. ആവുമ്പോ ഞാൻ കൊണ്ടുപോയി വാങ്ങിക്കൊടുത്തോളാം. ഒരു 100 തവണ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സിംഗിൾസ് ആയിട്ട് എടുത്താൽ മതി, സെറ്റ് ആയിട്ട് എടുക്കണ്ടെന്ന്. പിന്നെ എപ്പോഴാണ് വേണ്ടാന്ന് തോന്നിയത്? അതന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഓരോന്നായിട്ട് ഓർഡർ ചെയ്ത പോരായിരുന്നോ? പിന്നെ വല്ല കാര്യണ്ടോ ഇതും കൂടി ഓർഡർ ചെയ്ത് കൊടുക്കാൻ? അതവളെ പറഞ്ഞു നെയ്റോസ്റ്റിൽ ഉപ്പാണെന്ന്. അച്ഛൻ നിങ്ങടെ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തേ? അച്ഛനെ അവളെ പറ്റിച്ചതാ. ഓ അമ്പട്ടി കാന്താരി. എന്താ അവിടെ ഒരു രഹസ്യം? ചേച്ചി, നീ എന്നെ പാര വെച്ചാ? ഞാനൊന്നും വെച്ചിട്ടില്ല. അച്ഛാ, എന്തുട്ടാ വേണ്ടേ? നമുക്കിത് പൊയിഞ്ഞ് യാസോന്റിക്ക് കൊണ്ടേ കൊടുത്താലോ? അയ്യടാ, നീ കഴിച്ചിട്ട് ബാക്കി വെക്കണതല്ലേ യാസോന്റിക്ക് കൊടുക്കണ്ടേ? ഒന്ന് പോയ ആയിഷേ. ഞാനിത് പൊതിഞ്ഞൊക്കെ എടുക്കും. പക്ഷെ യാസു ആന്റിക്കല്ല, നിനക്ക് മുഴുവനും ഇന്ന് വൈകിട്ട് നീ തന്നെ കഴിച്ച് തീർക്കണം. നിന്നെ കൊണ്ട് തോറ്റല്ലോ ഐഷുവേ. ഇനി അച്ഛനെ കൊണ്ട് ഇങ്ങനെ ഓർഡർ ചെയ്യിക്കുവോ? ഉറപ്പാണ്? അയ്യടാ, ചിരിച്ചു സോപ്പിടണം. അതൊക്കെ അച്ഛന് മനസ്സിലാവുന്നുണ്ടാ. ശരി, ഞാൻ പൊതിഞ്ഞെടുക്കാം. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? എന്നിട്ട് വൈകിട്ടത്തെ ചായന്റെ കൂടെ കഴിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ്.